ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഓറഞ്ച് മിഠായിയാണ്. വെറും 2 ഓറഞ്ച് കൊണ്ട് കൈ നിറയെ അടിപൊളി ടേസ്റ്റിൽ ഓറഞ്ച് മിഠായി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. അപ്പം നമ്മുടെ ഓറഞ്ച് മിഠായി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 ഓറഞ്ചിന്റെ കുരുവെല്ലാം കളഞ്ഞ് മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഫൈനായിട്ട് അരച്ചെടുത്ത് ആ ജ്യൂസർ ഫിൽറ്റർ വെച്ച് നന്നായിട്ട് അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തതായി നമ്മൾ ഓറഞ്ച് ജ്യൂസ് എത്രയാണോ അളന്നെടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി അളവിലുള്ള പഞ്ചസാര ചേർക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിലുള്ള ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, താല്പര്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. ഫുഡ് കളർ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി ലോ ഫ്ലെയിമിൽ വെച്ച് ഒട്ടും തന്നെ കൈയെടുക്കാതെ നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പം നമ്മുടെ മിഠായിക്കുള്ള മിക്സ് നമ്മൾ ഇളക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്യാവശ്യത്തിന് തിക്കായി വന്നിട്ടുണ്ട്. ഇനിയും നന്നായിട്ട് തിക്കായി വരണം. അതുവരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓറഞ്ച് മിഠായി കഴിക്കുന്ന സമയത്ത് ഓറഞ്ചിൻ്റെ നല്ല ഒരു ഫ്ലേവറും നല്ല ഒരു ടേസ്റ്റുമായിരുന്നു ആ മിഠായിക്ക്. ഇപ്പോൾ ഓറഞ്ച് മിഠായി കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടാറില്ല. ഓറഞ്ചൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന ഫ്രൂട്ടാണ്. അടുത്ത തവണ നിങ്ങൾ ഓറഞ്ച് വാങ്ങിക്കുന്ന സമയത്ത് 2 ഓറഞ്ച് കൊണ്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാകും. ഇപ്പം നമ്മുടെ മിഠായിയുടെ മിക്സ് ഇളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ മിഠായിക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കറക്റ്റ് അളവിലായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിനുശേഷം ഈ മിഠായിയുടെ മിക്സ് ഒരല്പം ഒന്ന് ഈ വെള്ളത്തിലേക്കൊന്ന് ഇറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് എടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കിട്ടണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മിഠായി സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സിലിക്കോണിൻ്റെ 2 മോൾഡാണ് എടുത്തിട്ടുള്ളത്. ചൂടോടെ തന്നെ നമുക്ക് ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ മിഠായിയുടെ മിക്സ് 2 മോൾഡിൽ മുഴുവനായിട്ടും നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു മോൾഡ് ഫുള്ളായിട്ടും പിന്നെ മറ്റേതിൽ 3 എണ്ണം മാത്രമേ നമുക്ക് 2 ഓറഞ്ച് കൊണ്ട് കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്കിത് അരമണിക്കൂർ നേരം ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ മിഠായി ഏകദേശം അരമണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രീസറിൽ നിന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മോൾഡിൽ നിന്നും എടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഓറഞ്ച് മിഠായി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.